അതാ അങ്ങോട്ടേക്ക് നോക്കൂ, അങ്ങോട്ടേക്ക് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് നോക്കിയാലും മതി. മഞ്ചാടി മണിച്ചപ്പു തുറന്നില്ലേ ഇവരെ ഞാൻ എവിടെയോ നിന്മായക്കണ്ണിൽ മയിട്ട് മയക്കിയില്ലേ. എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. Good morning, ladies and gentlemen. Good morning, ladies and gentlemen. Good morning, ladies and gentlemen. കയ്യിൽ കരിവള കിലുവില ചിരിക്കുമ്പോ കൽവിന് കുളിരല്ലേ. മെത്തേഡ് ആക്ടിങ് നീ കാണാൻ പോണേള്ളൂ. തെറ്റിദ്ധരിച്ചു പോയി. ജയിച്ചവൻ ജയിക്ക് സാർ. അപ്പോ ചടങ്ങ് തുടങ്ങല്ലച്ചാ. പുലരികളിൽ മഞ്ഞിൻ തൂവൽ വീശി കണ്ടോടി, ഇങ്ങനെ ഒരുത്തനെ നമ്മുടെ കുടുംബങ്ങളിൽ മഷിയിട്ട് നോക്കിയാൽ കാണും. ഇതൊരു പ്രത്യേകതരം സൂക്കറാണ്. സഹിക്കണേനും ക്ഷമിക്കണേനും അതിലുണ്ട് കേട്ടോ. ഇതേതാ ഈ ലഗേജ്? ഇവിടെ വെച്ച് വേണ്ട, റോഡിൽ ഇറങ്ങിയിട്ട് മതി. അതിന് പൂർത്തിയായി. ഇങ്ങനെ പേടിക്കലടാ. അതിൻ്റെ അകത്തൊരു പഴമുണ്ട്, അടുത്ത് വായിക്കുത്തി കയറ്റാം. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. എന്തിനാ ഇങ്ങനെ സ്വന്തം പല്ല് കുത്തി നാട്ടണത്? ആരുമില്ല, നമുക്കത് വഴിയുണ്ടാക്കാം. ഇവനെ ഞാനൊരു പൂശിട്ടെ, അതുകൊണ്ട് ഒരു പ്രയോജനമില്ല ഏട്ടാ. പക്ഷേ നിന്നെ ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. ഇത് ഞാൻ ആ നായർക്ക് എല്ലാ കൊലയിലും ഉണ്ടാവുന്നടാ ഇതേപോലത്തെ ഒരു ചീഞ്ഞ പല. അവന്റെ ഒരു സിമ്പതി. തനിക്ക് അങ്ങനെ തന്നെ വേടാ മൊട്ട. അവള് പറയട്ടാ, അവക്കത് പറയാനുള്ള എല്ലാ അവകാശമുണ്ട്. എന്തായാലും അത്രയും വേണ്ടായിരുന്നു. അതെന്താ? ഞാൻ ബിജു പോലീസ്. അത് കണ്ടപ്പോഴേ മനസ്സിലായി. ടൗൺ എസ് ആണ്. ഞാൻ അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗം. ഞാൻ കുറച്ചു മുമ്പ് സാറിനെ വിളിച്ചായിരുന്നു. ഇവനൊരു കുണാരനാണല്ലോ എന്റെ ദൈവമേ. അപ്പൊ സാറ് ബാംഗ്ലൂരാണെന്നാണ് പറഞ്ഞത്. ഏത്? ഞാനിവിടെയൊക്കെ പോകും, നിങ്ങളോട് പറഞ്ഞിട്ട് ആവശ്യമില്ലല്ലോ. വണ്ടി എന്റെ അമ്മച്ചി എന്തൊരു പെർഫോമൻസ്. എവിടെ നിന്ന് കിട്ടി ഇതിനെ? വരൂ, നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോവാം. എല്ലാം വിധിയാണെന്ന് കരുതുക. കരുതരുത്. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ആരോടും പറയരുന്ന് ആഗ്രഹിച്ചതാ. ഇനിയിപ്പോ എന്തിനാ ഒളിക്കുന്നത്? Narcotics is a dirty business. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാ? ഞാൻ അമ്മുവിന് വേണ്ടി മാത്രം ജീവിക്കുന്നവനാണ്. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നിന്റെ അന്ത്യാഭിലാഷം ഞാൻ സാധിച്ചു തരും. ആണോ? അവളോടും താൻ ഇത് തന്നെയല്ലേ പറഞ്ഞത്? മനുഷ്യനായി എത്ര ക്രൂരത പാടില്ല. ആളു എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, പക്ഷെ പറയും. അച്ഛനോടും ചെറിയച്ഛനോടും ഇന്ന് തന്നെ പറയും. ഇനി എന്തൊക്കെ പാരയാണോ വരാനിരിക്കുന്നത്? ഞാൻ മാളൂരോട് ഒരു തമാശ പറഞ്ഞു. മനസ്സിലാക്കിയോണ്ടോടാ, ഇവൻ ഇങ്ങനെ ഒരു ജാതി ഒരിക്കലും എന്നോട് കാണിക്കാൻ പാടില്ലായിരുന്നു. എന്തായാലും ഇങ്ങനെയാണ്. പിന്നെ എങ്ങനെയാ? എല്ലാവരും പിരിഞ്ഞു പോയ